പറഞ്ഞു വന്നത് യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 24-ൽ മറ്റാരുണ്ട് എന്നും കൂടി പറയാനുണ്ട്. അപ്പോൾ സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അതിഥിയെ. സ്വാഗതം. ഹലോ, സ്വാഗതം. അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞത് ഞാനതാണ്. ജെയിംസ് സാർ വിട്ടാൽ നമുക്കൊരു യുദ്ധം വേറെയില്ല. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു യുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജെയിംസ് സാറിനെ വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കോട്ടൊക്കെ ഇട്ടുള്ള ജെയിംസ് സാറിനെ കണ്ടു. അപ്പോൾ തവണ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ടീഷർട്ടിൽ വരുന്നത്. അപ്പോൾ ജെയിംസ് സാർ നമ്മൾ കോട്ടിട്ടിട്ട് ഇന്റർനാഷണൽ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഈ സാർ എക്സ്പ്ലെയിനറൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്ക് കോട്ടൊക്കെ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും സ്പോർട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജെയിംസ് സാറിന് എന്താണ് ഈ ഫുട്ബോൾ മൈതാനത്തെ കാര്യം എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ജെയിംസ് സാറ് പഴയൊരു കായിക താരമാണ്. ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ഓപ്പണറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടിട്ടാണ് നമ്മളെപ്പോലുള്ള പല ആളുകൾക്ക് ഒഴിഞ്ഞു തന്നാണ് ജെയിംസ് സാർ ഇപ്പോൾ ഇൻ്റർനാഷണൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധസമാനമായ മത്സരങ്ങൾ വരുമ്പോൾ അതിൻ്റെ ചരിത്രത്തിന് പിന്നിൽ ഒരു യുദ്ധങ്ങളുണ്ട്. അതുകൊണ്ട് ജെയിംസ് സാറിനല്ലാതെ മറ്റൊരാളും ഇത്ര വിശദമായി പറയാൻ പറ്റില്ല എന്നുകൊണ്ടാണ് നമ്മൾ ഗോൾ കാനോയിൽ അങ്ങനെ ജെയിംസ് സാറിനെ ഇറക്കിയത്. കുറച്ച് കാര്യമുണ്ട് അനില. ഇത് മറ്റേ ക്രിക്കറ്റ് മാത്രമല്ല, ഫുട്ബോള് സ്കൂള് മുതലേ ഞങ്ങൾ മറ്റേ യോഹൻ ക്രൈഫിൻ്റെ ഒക്കെ ആരാധകരായിട്ട് വന്നതാണ്. ഓറഞ്ച് പടയോടും നെതർലാൻഡ്സിനോടൊക്കെ സ്നേഹം തോന്നാൻ അതായിരുന്നു കാരണം. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് സമയക്കുറവുണ്ട്. ഈ 4 ടീമുകൾ സെമിയിൽ എത്തിയിരിക്കുകയാണ്. അതിൽ ഫ്രാൻസും സ്പെയിനും. അവർ രണ്ടുപേരുടെയും ചരിത്രം എടുത്താൽ 16-ാം നൂറ്റാണ്ട് മുതൽ അവർ തമ്മിലുള്ള യുദ്ധങ്ങളുടെ വലിയ ചരിത്രമുള്ളത്. പരസ്പരം പോരാടുകയും മറ്റേ അവസാനം നെപ്പോളിയൻ വരെ, നെപ്പോളിയൻ 1815 വാട്ടർലൂവിൽ തോൽക്കുന്നത് വരെ നെപ്പോളിയന്റെ കണ്ണ് ഫ്രാൻസിൽ നിന്ന് എപ്പോഴും സ്പെയിനിലേക്കായിരുന്നു. എന്ന് മാത്രമല്ല, സ്പെയിനിലെ രാജാവിനെ പരാജയപ്പെടുത്തി നെപ്പോളിയൻ ചെയ്ത ഒരു വലിയ അതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബോണപ്പാർട്ടിനെ കൊണ്ടുവന്ന് അവിടെ ജോസഫ് ബോണപ്പാർട്ടിനെ അവിടെ അധികാരത്തിലേൽപ്പിച്ചു. പിന്നീട് യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരോട് ചേർന്നാണ് സ്പെയിൻ യുദ്ധം ചെയ്ത് അത് തിരിച്ചു പിടിച്ചത്. ഇങ്ങനെ ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഈ ഫുട്ബോൾ യുദ്ധം പോലെ തന്നെ വലിയ യുദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫുട്ബോൾ യുദ്ധത്തിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫ്രാൻസിന് ഒരു മുൻതൂക്കമുള്ളത്. 2 തവണ അവര് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് ഫ്രാൻസ്. സ്പെയിൻ ഒരു തവണ 2010-ലാണ് അവസാനം. സ്പെയിൻ 2010 മാത്രമാണ്. 1998-ലും 2018-ലും ഫ്രാൻസ് ചാമ്പ്യന്മാരായി. ഇനി അപ്പുറത്തെടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ വൈകാരികമായ ഇത് നടന്നിട്ടുള്ളത് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലാണ്. അവരാണ് സെമിയിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ. അർജന്റീനയുടെ ഒരു പ്രത്യേകതയായിട്ട് അനില എനിക്ക് തോന്നുന്നത്, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ബ്രസീലിന്റെ സാമ്പാ താളവും ഒക്കെ അടങ്ങുന്ന ഈ അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയും ഒക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലാറ്റിൻ അമേരിക്കയാണ് നമ്മുടെ ഫുട്ബോൾ. പക്ഷെ അതിൽ ഒരു ടീം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് മെസ്സി പടയാണ്. 3 യൂറോപ്യൻ ടീമുകൾക്കെതിരെ കൊമ്പ് കോർക്കാൻ ഒരേ ഒരു മെസ്സി. എന്ന് മാത്രമല്ല, ക്വാർട്ടർ ഫൈനലിൽ 8 ടീമിൽ 6 പേരും യൂറോപ്പായിരുന്നു. ഒരു ആഫ്രിക്കക്കാരന്, ഒരു ലാറ്റിൻ അമേരിക്കനും, ഒരു ആഫ്രിക്കൻ. മൊറോക്കോ തോറ്റതോടെ ആഫ്രിക്കയുടെ ഇത് തീർന്നു. പക്ഷെ എന്നാലും ആഫ്രിക്കയും ഏഷ്യൻ രാജ്യങ്ങളും ജപ്പാനടക്കം നല്ല ഫൈറ്റ്. അതായത് ജെയിംസ് സാർ, ഇതിനകത്ത് വേറൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഈ 8 ചാമ്പ്യന്മാരെ ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതായത് യൂറോപ്പ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക. അതിനപ്പുറത്തേക്ക് പുതിയൊരു ചാമ്പ്യൻ വരുമോ, ഒരു ഏഷ്യൻ ചാമ്പ്യൻ ഉണ്ടാകുമോ, ഒരു ആഫ്രിക്കൻ ചാമ്പ്യൻ ഉണ്ടാകുമോ എന്നതായിരുന്നു വലിയ കൗതുകം. മൊറോക്കോ വലിയ രീതിയിൽ കുതിച്ചപ്പോൾ അങ്ങനെ മോഹിച്ച ആളുകളുണ്ട്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ വീണ്ടും 4 ടീമുകളും വേൾഡ് കപ്പ് നേടിയ ടീമുകളാണ്. എനിക്ക് തോന്നുന്നു അർജന്റീന 3 തവണ, ഫ്രാൻസ് 2 തവണ, അതുപോലെ ബാക്കി 2 ടീം സ്പെയിനും ഓരോ തവണ, ഇംഗ്ലണ്ട് ഓരോ തവണ. ഇംഗ്ലണ്ട് 1966-ലാണ്. അത് അവരുടെ മണ്ണിൽ മത്സരം നടന്നപ്പോഴാണ് ജയിച്ചത്. എനിക്ക് തോന്നുന്നു ജർമ്മനിയെ 4-2 പരാജയപ്പെടുത്തിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ 1982 ഫോക്ലാൻഡ്സ് ദ്വീപുകൾക്ക് വേണ്ടി, സൗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപിന് വേണ്ടി, അത് ബ്രിട്ടീഷ് ഐലൻഡ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ 1982 ഏപ്രിൽ 2-ാം തീയതി അർജന്റീന കയറി നാവികസേന വന്നത് പിടിച്ചടക്കി. 3 ദിവസത്തിനുള്ളിൽ ബ്രിട്ടീഷ് സേന, നാവികസേനയും പോയി, എയർഫോഴ്സും പോയി. അവർ പോയി ഫൈറ്റ് ചെയ്തു. അതിൽ 904 പേര് കൊല്ലപ്പെട്ടു. അതിൽ 649 പേർ കൊല്ലപ്പെട്ടത് അർജന്റീനക്കാരാണ്. 255 പേര് കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷുകാരാണ്. ഈ 2 രാജ്യങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതിന് വലിയൊരു കഥയുണ്ട്. 1982-ലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത്. അത് കഴിഞ്ഞ് വന്ന ലോകകപ്പിൽ 4 കൊല്ലത്തിന് വരുന്നപ്പോൾ ലോകകപ്പിന് കുറച്ചധികം സ്പെഷ്യലാണ്. 2 ടീമുകളും സത്യത്തിൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരുന്നു. യഥാർത്ഥത്തില് വലിയ പ്രതികാരത്തിലാണ് വരുന്നത്. അതിനെക്കുറിച്ച് മറഡോണ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മത്സരത്തില് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുകയായിരുന്നു 2-1 അർജന്റീന.
മറഡോണയുടെ ഏറ്റവും ലോക ചരിത്രത്തിലെ തന്നെ ദൈവത്തിന്റെ ഗോൾ കൈകൊണ്ട് ഗോളടിച്ച ആ മത്സരത്തിലാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്. അത് ടുണീഷ്യൻ റഫറി ഇത് കണ്ടില്ല, ഗോൾ അനുവദിച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ മറഡോണ പറഞ്ഞത് അത് ദൈവത്തിന്റെ കൈയാണ്. അതായത് ആ ഗോളിൽ എന്റെ മറഡോണയുടെ തലയും ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ ദൈവത്തിന്റെ കൈയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗോളിനെ ദൈവത്തിന്റെ ഗോൾ എന്ന് വിശേഷിക്കുക. പക്ഷെ യഥാർത്ഥത്തില് അതിനെക്കുറിച്ച് പറഞ്ഞൊരു പ്രത്യേകതയാണ്, അതാണ് ചരിത്രമായിട്ടുള്ള കണക്ഷൻ. ഞങ്ങളുടെ 649 കുട്ടികളെ അവര് കൊച്ചു കിളികളെ കൊല്ലുന്ന പോലെ കൊന്നുകളഞ്ഞു. അതിനുള്ള പ്രതികാരമാണ് ഞാൻ വീട്ടിയത്. അപ്പൊ അത് കൈയാണോ കാലാണോ എന്ന് നോക്കിയില്ല എന്നാണ്. മറ്റൊരു കൗതുകം വരുന്നത് ഈ മത്സരം നടക്കുന്ന 1986 മെക്സിക്കോ ലോകകപ്പിലായിരുന്നു. അപ്പോൾ കാലം ഇങ്ങനെ കറങ്ങി അല്ലെങ്കിൽ ആ പന്തങ്ങ് ഉരുണ്ട് വന്ന് ലോകകപ്പ് നടക്കുന്ന ഇവിടെ മെക്സിക്കോ കൂടി ആതിഥേയരായ ഒരു ലോകകപ്പിലാണ്. അപ്പോൾ അതാണ് അപ്പോൾ ഒരു പകരം വിട്ടാൻ ഇതിനേക്കാൾ ഒരു മത്സരം നടക്കുന്നത് അമേരിക്കയിലാണ്, അവിടെയാണ് കളി നടക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അമേരിക്കയും മെക്സിക്കോയും കാനഡയും കൂടെ വേദിയാവുന്ന ആ ഒരു ലോകകപ്പിൽ, അതായത് 86 മെക്സിക്കോ ലോകകപ്പിന്റെ ഒരു കണക്ക് വീട്ടാൻ ഒരു കളമൊരുങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സാധനം തന്നെയാണുള്ളത്. ഇതില് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഇതിന്റെ പകരം വീട്ടാനുള്ള കളമൊരുങ്ങിയിരിക്കുന്നു. പക്ഷെ നേരത്തെ ഏറ്റുമുട്ടിയപ്പോ 6 തവണ, എന്റെ കണക്ക് ശരിയാണെങ്കിൽ 6 തവണ ഇംഗ്ലണ്ടും 2 തവണയാണ് അർജന്റീനയും ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിനാണ് മുൻതൂക്കം. അപ്പൊ അതുകൊണ്ട് ആര് ജയിക്കും ആര് ജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പഴയ അർജന്റീനയല്ല, പഴയ ഇംഗ്ലണ്ടും അല്ല. ഇത് മാത്രമല്ല, മെസ്സിയുടെ ഒരു ഷോ ആണ്. മേ ബി ഇതിൽ ജയിച്ചാൽ ഫൈനലിൽ കളിക്കും, ഇതിൽ തോറ്റാൽ മെസ്സിയുടെ ലാസ്റ്റ് കളിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും നോട്ടം ലയണൽ മെസ്സിയിലേക്കാണ്. 8 ഗോള് കിലിയൻ എംബാപ്പയോടൊപ്പം അടിച്ച് ഗോൾഡൻ ബൂട്ടിന്റെ അടുത്തേക്ക് പോവുകയാണ് മെസ്സി ഇതുവരെ 21 ഗോൾ അടിച്ചിട്ടുണ്ട്, വേറെ ആരും അടിച്ചിട്ടില്ല. മിറോസ്ലാവിന്റെയും ഒക്കെ റെക്കോർഡ് തകർത്തുകൊണ്ട് ജർമ്മനിയുടെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് മെസ്സി എന്ന് പറയുന്ന ഒരു വികാരമാണ്. മിശിക കേരളത്തിനും നമുക്ക് ഇന്ത്യക്ക് ഒരു ടീം ഇല്ലാത്തത് കൊണ്ട്, ഇന്ത്യക്ക് 140 കോടി ജനങ്ങളുണ്ട്, പക്ഷെ നമുക്കൊരു ടീമിനെ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഈ പുള്ളാവൂർ പുഴയിലൊക്കെ നമ്മൾ അർജന്റീനയെ സ്നേഹിക്കുന്നത് ഒരു പക്ഷെ അർജന്റീനക്കാർ പോലും ഇത്രയും സ്നേഹിക്കുന്നുണ്ട് നമുക്കറിയില്ല. കാരണം മെസ്സി ഇന്നലെ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി വന്നപ്പോ ഈ കേരളത്തിലൊക്കെ കണ്ട വികാരം ഭയങ്കരമായിട്ടുള്ള വികാരമാണ്. അപ്പൊ ആ വികാരം യഥാർത്ഥത്തിൽ നമുക്ക് തോന്നുന്നു അർജന്റീനയും ബ്രസീലൊക്കെ ഒരു കേരള ടീമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഇനിയിപ്പോ ഇത് വിട്ടു സാർ, ഇനി നമ്മൾ ചോദിക്കാനുള്ളത് എന്തായിരിക്കും സാറിന്റെ ഒരു പ്രഡിക്ഷൻ? അതായത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ 4 ടീമിനെ ആരെ പറഞ്ഞാലും നമ്മൾ ആരായാലും ഏറിപ്പോകും, അത് വേറെ കാര്യം. പക്ഷെ കൈവിട്ട കളിയാണ്. 4 ടീം ഒരുപോലെ ശക്തരാണ്. പക്ഷെ റാങ്കിങ്ങിൽ, ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ്, 2-ാം സ്ഥാനത്ത് അർജന്റീനയാണ്, 3-ാം സ്ഥാനത്ത് സ്പെയിനാണ്. അതിലൊരു കൗതുകമുണ്ട് ജെയിംസ് സാർ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് 4-ൽ വരുന്ന ടീമുകൾ അവർ ഇങ്ങനെ ലോകകപ്പ് സെമിയിൽ ഏറ്റുമുട്ടുന്നത്. അത് അപ്പോൾ ഡിസർവിംഗ് കാൻഡിഡേറ്റ്സ്, അല്ലെങ്കിൽ ഒരു കളത്തിലെ കാവ്യനീതി എന്നൊക്കെ തന്നെ പറയുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൺസിസ്റ്റന്റായി പെർഫോം ചെയ്യുന്ന ടീമുകൾ തന്നെ അവർ തന്നെ ലോകകപ്പിന്റെ കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ ആ അവസാന 4-ൽ ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കൗതുകമാണ്. അല്ലെങ്കിൽ കരുത്തർ തന്നെ, അതായത് ഭാഗ്യത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുടെയോ അകമ്പടിയോടുകൂടിയല്ല കണക്ക് മൊത്തം വന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. അപ്പോൾ ജെയിംസ് സാർ എന്തായാലും നന്ദി. അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം കൂടി പറയാം, ഫ്രാൻസും ഇംഗ്ലണ്ടും, ചോദ്യത്തിന് മറുപടി ഉള്ളത്, ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ ഒരു ഫൈനല് വരുമെന്നുള്ള പ്രതീക്ഷ മെസ്സി ആരാധകർ സാറിനെ നോട്ട് ചെയ്ത് വെച്ചോളൂ. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ട ടീം നെതർലൻഡ്സ് കഴിഞ്ഞാൽ അർജന്റീനയാണ്. അതുകൊണ്ട് അർജന്റീന ഫൈനലിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ പ്രഡിക്ഷൻ തിരിച്ചാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.